അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷ്കൈനേറ്റ് തരാൻ വേണ്ടിയിട്ട് വരികയാണ് എൻ്റെ ചെക്കൻ്റെ വീട്ടിൽ. ഓക്കെ, ഏടത്തിയമ്മ അമ്മായി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏടത്തിയമ്മ വന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറി അല്ലറ ചില്ലറ പണികളിലൊക്കെ ആയിരുന്നു പുള്ളിക്കാരത്തി. ഏകദേശം കോഴിക്കോട് നിന്നുള്ളവർ കുറ്റിപ്പുറം എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എൻ്റെ അമ്മയും അമ്മായി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ഇതേ എത്തി കേട്ടോ. അളിയൻ പിന്നെ പാതി വഴിയിൽ നിന്ന്, അതായത് ഇവിടെ അല്ലേ വീട്, അപ്പോൾ പാതി വഴിയിൽ നിന്ന് കൂടിയത് തോന്നുന്നുണ്ട്. അതാണ് സ്കൂട്ടിയായിട്ട് വന്നത്. അവിടെ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതല്ലേ ഉള്ളൂ. അച്ഛനും മഞ്ചേച്ചിയും പിന്നെ അളിയനും പിന്നെ എൻ്റെ ഭാവി ഫെരനും വന്നിട്ടുണ്ടായിരുന്നു. വന്ന് കയറി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു, ഒരു വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ വന്ന ചടങ്ങ് നടക്കട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ കൈനീട്ടം തന്നു. ഇക്കൊല്ലത്തെ വിഷുവിൽ എൻ്റെ ഫസ്റ്റ് കൈനീട്ടമാണ് കേട്ടോ. പിന്നെ ഒരു വിഷുക്കോടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും. പിന്നെ അമ്മയ്ക്ക് കൈനീട്ടം കൊടുത്തു, അമ്മായിക്ക് കൈനീട്ടം കൊടുത്തു, അതേപോലെ എഴുത്തമ്മയ്ക്കും ശ്രീകുട്ടനും ഒക്കെ കൊടുത്തു കേട്ടോ. പടക്കൊക്കെ മേടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞിട്ടാണ് എഴുത്തമ്മയ്ക്കും കുട്ടിക്കും അച്ഛൻ കൈനീട്ടമൊക്കെ കൊടുത്തത്. അവരുടെയും വിഷു കൈനീട്ടം ഫസ്റ്റത്തെ ആയിരുന്നു തോന്നുന്നു. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിയാണല്ലോ. ഫുഡ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പാൻ്റെ അടുത്താണ് ഏൽപ്പിച്ചത്. പൊതുവേ ഞാൻ എല്ലാ പരിപാടിക്കും ഉപ്പയുടെ അടുത്താണ് ഏൽപ്പിക്കാറ് കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കിയിരുന്നു, എഴുത്തമ്മയുടെ വക സ്പെഷ്യൽ പായസം. ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് അവർ പോയി കേട്ടോ. അവരൊക്കെ പോയ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ വിഷുക്കൂടി കൊണ്ടുവന്നത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് മാക്സിമം എനിക്ക് സെറ്റുമുണ്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഞാനൊരു സാരി ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സെറ്റുമുണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ പ്രിൻറ്റഡ് സെറ്റുമുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. സെറ്റുമുണ്ട് കിട്ടിയപ്പോൾ തൊട്ട് നാഗവല്ലിക്ക് ആഭരണം കിട്ടിയ അവസ്ഥയായിരുന്നു എൻ്റെത്.